സുഹൃത്തുക്കളെ, മൈ ഗെയിമിൻ്റെ പുതിയ വീഡിയോയിലേക്കും വയനാട്ടിലേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇത് നിങ്ങൾക്കുള്ള അവസാന അവസരമാണ്. ഓക്കെ, നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ വയനാട്ടിലേക്ക് വരാനുള്ള, അതോടൊപ്പം ഫുട്ബോൾ കളി കാണാനുള്ള അവസാന അവസരമായിട്ടാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വയനാട്ടുകാർക്ക് ഇതൊരു കേവല അവസരമാണ്. കാരണം വയനാട്ടിൽ ഒരുപാട് ഫുട്ബോൾ ടൂർണമെൻറ്റുകളൊന്നും നടക്കാറില്ല. പ്രത്യേകിച്ച് നമ്മളെ ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന ഒരുപാട് ടൂർണമെൻറ്റുകളൊന്നും നടക്കാറില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നിങ്ങളൊക്കെ മുന്നേ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടാവും, മഴ, കട്ടൻ ചായ, ജോൺസൺ മാഷി എന്നുള്ളൊരു വൈബ്. അതിനേക്കാൾ നല്ലൊരു വൈബ് ഞാൻ നിങ്ങളോട് പറയാണ് നവംബർ, ഡിസംബർ, ജനുവരി മാസത്തിലെ വയനാടൻ ക്ലൈമറ്റ്, അതുപോലെ തന്നെ വയനാട്ടിലെ ഭക്ഷണ വിഭവങ്ങൾ, അതിനപ്പുറം മഞ്ഞ് പെയ്യുന്ന ഗാലറിയിൽ ഇരുന്നിട്ട് ഫുട്ബോൾ കാണാനുള്ള ഒരു അവസരം. ഈ ഒരു വൈബ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇത് വയനാട്ടിലേക്ക് കിട്ടുള്ളൂ. മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ അങ്ങനൊരു അവസാന ചാൻസ് ഇത് അവിടെ വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ വയനാട്ടിലെ ഒരേ ഒരു സ്റ്റേഡിയം, ജില്ലാ സ്റ്റേഡിയം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സ്റ്റേഡിയത്തിന് മുന്നിലുള്ളത്. ഇപ്പോൾ ഇതൊക്കെ ശാന്തമായി കിടക്കുകയാണ്. പക്ഷേ ഡിസംബർ 12 കൂടെ ഈ പുൽനാമ്പുകളൊക്കെ ചൂടാവാൻ പോവാണ്. ഇവിടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വയനാട്ടിൽ അണ്ടർ 20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്, കേരള ഫുട്ബോൾ അസോസിയേഷൻ നടക്കുന്ന സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അണ്ടർ 20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോവാണ്. ഇതിന് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കിഡിലൻ പ്ലേയേഴ്സ്, 20 വയസ്സിന് താഴെയുള്ള പ്ലേയേഴ്സാണ് മാറ്റിവെക്കുന്നത്. ഓർക്കുക, 3-4 വർഷം മുന്നേ അണ്ടർ 20 ടൂർണമെൻറ്റിൽ പങ്കെടുത്ത, അല്ലെങ്കിൽ 20 വയസ്സിന് താഴെ ഉണ്ടായിരുന്ന കുട്ടികളാണ് ഇന്ന് ISL-ലും SLK-യിലും അതുപോലെ മറ്റു പ്രൊഫഷണൽ ലീഗുകളിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം കോടികൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വയനാട്ടുകാർ ഒരു പക്ഷേ ചോദിച്ചേക്കാം, ബാക്കിയുള്ളവർ കളിക്കുന്നതുകൊണ്ടും പൈസ ഉണ്ടാക്കുന്നതുകൊണ്ടും മെച്ചപ്പെടുന്നതുകൊണ്ടും നമുക്ക് എന്താക്കണമെന്ന്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, കുട്ടികളെ ചിലത് കാണുമ്പോഴാണ് കുട്ടികൾക്ക് കൂടുതൽ അട്രാക്ഷൻ കിട്ടുക, ചിലത് കാണുമ്പോഴാണ് കൂടുതൽ മോട്ടിവേഷൻ കിട്ടുക. ഇന്ന് 20 കളിക്കുന്ന ആളായിരിക്കും ഒരു പക്ഷേ നാളെ ISL-ലും SLK ഒക്കെ കളിക്കാനുള്ളത്. സോ ഈ ഒരു അവസരം ഉപയോഗിക്കുക. നമ്മുടെ നാട്ടിലെ കോച്ചസ്, പ്ലേയേഴ്സ്, മുൻകാല താരങ്ങൾ, അതുപോലെ തന്നെ രക്ഷിതാക്കൾ, ചെറിയ കുട്ടികളുള്ളവരാണെങ്കിൽ അവരുടെ കയ്യും പിടിച്ച് ഈ സ്റ്റേഡിയത്തിൽ വന്ന് അണ്ടർ 20 ടൂർണമെൻറ്റ് കാണണം. എനിക്ക് തോന്നുന്നത് ഇതുവരെ അണ്ടർ 20 ഒന്നും ലൈറ്റിലൊന്നും നടന്നിട്ടുണ്ടാവില്ല. നമ്മളെ ഈ സ്റ്റേഡിയത്തിൽ ഫെഡ് വെളിച്ചത്തിൽ നല്ല മഞ്ഞത്തിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കളി കാണാം. ഓക്കെ, അപ്പോൾ കുട്ടികളെ ഇത് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത് ഇതിലേക്ക് അവരെ കൊണ്ടുവരിക, അവർക്ക് ഇതിലേക്ക് താല്പര്യം ഉണ്ടാക്കുക. അങ്ങനെ ആകുമ്പോൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഫഷൻ ഉണ്ടാക്കാൻ അവർക്ക് അതൊരു താല്പര്യം ഉണ്ടാകും. പ്രൊഫഷൻ ഉണ്ടാക്കാൻ അത് അവരെ മോട്ടിവേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡേറ്റ് മറക്കണ്ട, ഡിസംബർ 12 ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. പിന്നെ വയനാട്ടുകാരൊക്കെ ഇവിടെ കൽപ്പറ്റ ഈ ഒരു ഗാലറിയിൽ ഉണ്ടാവും. ഓക്കെ, സെറ്റല്ലേ? വയനാട്ടിൽ ആദ്യമായിട്ടാണ് കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ അണ്ടർ 20 ടൂർണമെൻറ്റ് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും ഒരു വീട്ടിൽ ആദ്യത്തെ കല്യാണം നടക്കുമ്പം അതിൻ്റെതായ ഒരു ബഹളമൊക്കെ ഉണ്ടാവുമല്ലോ, അത് ആ രൂപത്തിൽ തന്നെ ആയിരിക്കും നടത്തും ചെയ്യുക. അപ്പോൾ എന്തായാലും അതുകൊണ്ടൊക്കെ തന്നെയാണ് ആവേശമായിട്ട് ഫെഡ് ഈ ഒരു ടൂർണമെൻറ്റ് നടക്കുന്നത്. സോ കല്യാണത്തിന് നടത്തുന്നത് പോലെ തന്നെ വരുന്ന ആളുകളും കുടുംബക്കാരും ഒക്കെ അതിന് വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. സോ നമ്മൾ ഈ ഫുട്ബോൾ എന്ന ഈ ഒരു സുന്ദരമായ മാമാങ്കം വയനാട്ടിലെ മുഴുവൻ ആളുകളും വന്ന്, കുട്ടികളെയും കുടുംബക്കാരെയൊക്കെ കൂട്ടി വന്ന് ഗാലറിയിലിരുന്ന് കളി കണ്ട് കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കുക. അത് നമ്മളെ വയനാടൻ ഫുട്ബോളിനെയും വയനാടിൻ്റെ സാമ്പത്തിക വ്യവസ്ഥേനെയൊക്കെ മാറ്റാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു കിടിലൻ മുന്നേറ്റമായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ ചെയ്യുന്നു. പുതിയ വിശേഷങ്ങളുമായി, പുതിയ അപ്ഡേറ്റ്സുമായിട്ടൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു.